Hi guys, welcome back to Dejavu. ഇപ്പോൾ വെർട്ടിക്കൽ ഗാർഡൻ കുറച്ച് ട്രെൻഡിങ് ആയി തുടങ്ങിയിട്ട് കുറച്ച് നാളായി. പക്ഷേ എങ്കിൽ ഇതിൻ്റെ ഇത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളത് കാരണം എല്ലാവർക്കും ഇത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. നമ്മൾ എത്രത്തോളം ലെങ്ത്തിൽ ഇത് സെറ്റ് ചെയ്യും, എത്രത്തോളം പോട്ട്സ് വെക്കും എന്നുള്ളതനുസരിച്ചിട്ട് ഇതിൻ്റെ റേറ്റ് നല്ല രീതിയിൽ മാറും. അത് കാരണം എല്ലാവർക്കും ഇത് അഫോർഡബിൾ അല്ല. അപ്പം വളരെ ചീപ്പും ഈസി ആയിട്ട് വേറൊരാളുടെ ഹെൽപ്പില്ലാതെ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് ഒരു വെർട്ടിക്കൽ ഗാർഡൻ ഐഡിയ ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക, എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇനി നമുക്ക് ഈ ഒരു സെറ്റപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് ഇതുപോലത്തുള്ള പോട്ട്സ് ആണ്. ഇത് വെർട്ടിക്കൽ ഗാർഡൻ പോട്ട്സ് നമ്മൾ നഴ്സറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഇതൊരു 13 to 15 റേഞ്ചിലുള്ളതാണ് ഈ സൈസ്. ഇത് 25-30 റുപ്പീസിൽ വരെ ഉണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരു ഹാമർ വേണം, പിന്നെ ഒരു സ്റ്റീൽ വയർ വേണം, പിന്നെ നെയിൽസും വേണം. ഇതൊക്കെ നിങ്ങൾക്ക് ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് ഈസി ആയിട്ട് കിട്ടുന്നതാണ്. വളരെ റേറ്റ് ഒന്നുമില്ല, 30 രൂപയും കണ്ട് ഇത് ടോട്ടൽ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് മതിലാണെങ്കിലോ അല്ലെങ്കിൽ ഏത് വോളിലാണോ ഇത് സെറ്റ് ചെയ്യേണ്ടത് അവിടെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏകദേശം ഒരു ഈക്വൽ ഡിസ്റ്റൻസിൽ നമ്മൾ നെയിൽ ഫസ്റ്റ് ഫിക്സ് ചെയ്യണം. അപ്പോൾ ഞങ്ങളിവിടെ ആകെ കുറച്ചൊരു ലെങ്ത്തിലാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ 3 നെയിൽസ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളൊരു ഈക്വൽ ഡിസ്റ്റൻസിൽ എത്ര ലെങ്ത് എടുക്കുന്നോ അത്രയും ആണി ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ഇത് സാഗിങ് അല്ലാതെ ഇരിക്കും. അതായത് നമ്മൾ വെയിറ്റുള്ള പോട്ട്സ് ഹാങ് ചെയ്യുമ്പോൾ കുറച്ച് തൂങ്ങിക്കിടക്കുന്ന മാതിരി തോന്നും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നെയിൽസ് വെച്ചൊന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റഡി ആയിട്ട് തന്നെ നിൽക്കും. ഇനി നമുക്ക് സ്റ്റീൽ വയേഴ്സ് എടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഫിക്സ് ചെയ്യാന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് വളരെ തിന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ച് നാൾ ഡ്യൂറബിളായി നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകിൽ ഇത് 2 സ്ട്രാൻഡോ അല്ലെങ്കിൽ 3 സ്ട്രാൻഡോ ഒന്ന് മടക്കി എടുത്തു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് പിരിച്ചു കൊടുത്താൽ മാത്രം മതി. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം ഇത് ഫിക്സ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഈ ഒരു എൻഡിൽ ജസ്റ്റ് ഒന്ന് ചുറ്റി വെച്ച് കൊടുക്കുക, സ്ട്രോങ് ആയിട്ട് ചുറ്റി വെച്ച് കൊടുക്കുക. അത്ര മാത്രമേ ചെയ്യേണ്ടിയുള്ളൂ. ഫസ്റ്റ് ആണിയിൽ ഇതുപോലെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബെൻഡ് ചെയ്യാതെ സ്ട്രെയിറ്റ് ആയിട്ട് എടുത്തിട്ട് നെക്സ്റ്റിൽ ചുറ്റി വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ നമ്മുടെ മിഡിൽ ആണ്. അത് കഴിഞ്ഞ് അതുപോലെ തന്നെ ബെൻഡ് ചെയ്യാതെ സ്ട്രെയിറ്റ് ആയിട്ട് എടുത്ത് ലാസ്റ്റ് ആണിയിലും കൂടി ഒന്ന് ചുറ്റി വെക്കുക. അതൊന്ന് ക്രോസ് ചെയ്ത് വെക്കുക. ഇതുപോലെ തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ ലെയേഴ്സ് ഉണ്ടാക്കാം. കുറച്ച് ഹൈറ്റ് എടുത്തിട്ട് മേലേക്കും, ഒരു പോട്ടിൻ്റെ ഹൈറ്റ് എടുത്ത് മേലേക്കും താഴേക്കും നമ്മൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് 2-3 ലെയറിൽ വെക്കുകയാണെങ്കിൽ ഇത് നല്ല ഫില്ല് ചെയ്തിരിക്കും. അപ്പോൾ കുറച്ചുകൂടി ഭംഗിയായിട്ടാണ് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ സിംഗിൾ സ്ട്രാൻഡായിട്ട് ഇതുപോലെ മാത്രമാണ് ഇപ്പോൾ ഫിക്സ് ചെയ്ത് കാണിക്കുന്നത്. ഇതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പോട്ട് ഹാങ് ചെയ്യേണ്ടി വേണ്ടു. അപ്പോൾ നമുക്കിനി പ്ലാന്റ്സ് വെച്ചിട്ട് കാണാം. നമുക്ക് പ്ലാന്റ്സ് വെച്ചതിന് ശേഷമാണ് ഇതിൽ ഹാങ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് വാട്ടറിങ് ജൂ ആണ്. ഓവർ സൺലൈറ്റ് കിട്ടാത്ത ഏരിയ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ വാട്ടറിങ് ജൂ ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ ബോർഡർ ഗ്രാസ് ആണ്. വെർട്ടിക്കൽ ഗാർഡനിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലാന്റ്സിലൊന്നാണ് ബോർഡർ ഗ്രാസ്. ഇത് ഈസി ആയിട്ട് ഫില്ലാവും. ഫില്ലായി കഴിയുമ്പോൾ കുറച്ചുകൂടി ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ടേർട്ടിൽ വൈൻ പിന്നെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതുപോലെ ഹാങ് ചെയ്ത് കിടക്കുമ്പോൾ ഈ ഒരു വെർട്ടിക്കൽ ഗാർഡൻ വളരെ ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇത് ആർക്ക് വേണമെങ്കിലും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗാർഡൻ ഐഡിയ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയൊരു നല്ല ഗാർഡനിങ് വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.